രണ്ടാം ലോക മഹായുദ്ധം സമ്മാനിച്ച ഭക്ഷ്യദാരിദ്ര്യം അകറ്റാൻ ഗവൺമെന്റ് കണ്ടെത്തിയ മാർഗം ഫലഭൂയിഷ്ഠമായ ഹൈറേഞ്ചിന്റെ മണ്ണിൽ കൃഷി ചെയ്യാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഈ പ്രോത്സാഹനത്തിന്റെ ഫലമായാണ് 1950കളിൽ നാട്ടിൻപുറങ്ങളിലെ വിശ്വാസത്തിന്റെ ആഴമേറിയ വേരോട്ടമുള്ള കുടുംബങ്ങളിൽ നിന്നും കരബലവും മനബലവും ഉള്ള പൂർവികർ കുടിയേറ്റം ആരംഭിച്ചത്. മലഞ്ചെരുവിലെ കൊടുംവനങ്ങൾ വെട്ടിത്തെളിച്ച് ജീവിതം കരുപ്പിടിപ്പിച്ച ഒരു തലമുറയുടെ ഊർജമാണ് ഇവിടെയുള്ള ദേവാലയങ്ങൾ. മലമുകളിൽ തലയെടുപ്പോടെ നിലകൊള്ളുന്ന ദേവാലയങ്ങളെല്ലാം തലമുറകളുടെ വിശ്വാസത്തിന്റെ സാക്ഷ്യമാണ്. ഹൈറേഞ്ചിൽ വിശ്വാസം അലങ്കാരമോ ജീവിത പരിതസ്ഥിതിയുടെ അടയാളമോ അല്ല, മറിച്ച് വിശ്വാസത്തിൽ മാത്രം പടുത്തുയർത്തിയ ജീവിതങ്ങളുടെ സാക്ഷ്യമാണ്. ഈ സാക്ഷി ജീവിതങ്ങളുടെ വളർച്ചയ്ക്ക് സ്വർഗം നൽകിയ അടയാളപ്പെടുത്തലും അംഗീകാരവുമാണ് ഇടുക്കി രൂപത. ൽ പിറവികൊണ്ട ഇടുക്കി രൂപത കോതമംഗലം രൂപതയുടെ ഭാഗമായിരുന്നു. ഇടുക്കിയെ എല്ലാ തരത്തിലും മിടുക്കിയാക്കാൻ നിതാന്ത ശ്രദ്ധ പുലർത്തിയത് കോതമംഗലം രൂപതയാണ്. അഭിഭക്ത കോതമംഗലം രൂപതയിലെ വൈദികരും സമർപ്പിതരും അവരോട് ചേർന്ന് സഹകരിച്ച ഈ നാട്ടിലെ പൂർവികരും നടത്തിയ ഐതിഹാസികവും ത്യാഗോജലവുമായ അധ്വാനവും അർപ്പണവുമാണ് ഈ നാടിനെ വിദ്യാഭ്യാസം, ഗതാഗതം, ആതുര ശുശ്രൂഷ തുടങ്ങിയ മേഖലകളിൽ വളർത്തിയത്. മരണമടഞ്ഞവരും ജീവിക്കുന്നവരുമായ വൈദികർക്കും സമർപ്പിതർക്കും നമ്മുടെ കാരണവന്മാർക്കും നന്ദിയോടെ വന്ദനം. രൂപത ജന്മമെടുത്തപ്പോൾ പ്രഥമ മെത്രാൻ മാർ മാത്യു ആനക്കുഴിക്കാട്ടിൽ പിതാവിന്റെ കരുത്തുറ്റ നേതൃത്വത്തിൽ ഈ രൂപതയുടെ സ്വഭാവം എന്താണെന്ന് വിവരിച്ചിതമാക്കി. മണ്ണിൽ പൊന്നുവിളയിക്കുന്ന കർഷകരാണ് ഈ രൂപതയുടെ സമ്പത്ത്. ഈ സമ്പത്ത് കരുതലോടെ സൂക്ഷിക്കാൻ ജാഗ്രതയോടെ കൂടെയുണ്ടാകുമെന്ന് സ്ഥാപിച്ചു. ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിലും അവനോട് ചേർന്നു നിൽക്കാൻ മാത്രമല്ല, അവനെ പടുത്തുയർത്താനും ശ്രമിച്ചു. ജീവന്റെ മൂല്യവും കുടുംബ ഭദ്രതയും ഇടയന്റെ ആത്മീയ പ്രഘോഷണങ്ങളിൽ ജ്വലിച്ചു നിന്നപ്പോഴും കുടിയേറ്റ കർഷകൻ അവഗണിക്കപ്പെടുന്നത് നീതിരഹിതമാണെന്ന് കണ്ട് കാർഷിക പ്രശ്നം രൂപതയുടെ നീറുന്ന വിഷയമായി അഭിവന്ദ്യ പിതാവ് ഏറ്റെടുത്തു. ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി അദ്ദേഹം മുഴുവൻ കാലവും ജീവിച്ചു. ഞങ്ങളെ വളർച്ചയുടെ കുതിപ്പിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ആ വലിയ പിതാവിന്റെ ഓർമ്മകൾക്കു മുൻപിൽ പ്രണാമം. കർമ്മരംഗത്ത് ചടുലമായി ഹൈറേഞ്ചിലെ ജനതയ്ക്ക് കരുതലിന്റെ സുവിശേഷമാകാൻ രൂപതയ്ക്ക് ഈ നാളുകളിൽ കഴിഞ്ഞിട്ടുണ്ട്. പ്രളയവും കോവിഡും ജീവിതത്തെ പിടിച്ചുകുലുക്കിയ കെട്ടകാലത്ത് പ്രതീക്ഷയുടെ നാളമാകാനും കോടിക്കണക്കിന് രൂപയുടെ സഹായം ജനങ്ങളിൽ എത്തിക്കുവാനുമുള്ള ചാലകശക്തിയായും രൂപത മാറി. സഭയുടെ മിഷൻ ദൗത്യം ക്രൈസ്തവന്റെ അടിസ്ഥാന കടമയാണെന്ന് കണ്ട് പരാധീനതകളുടെ നടുവിൽ നമ്മൾ നടത്തിയ വലിയ സാഹസികതയാണ് അരുണാചൽ മിഷൻ. സുവിശേഷത്തിന് നൽകിയ പ്രത്യുത്തരമായതിനാൽ തകർന്നടിയാൻ ദൈവം അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, നാൾക്കുനാൾ കരുതലോടെ ദൈവം അതിനെ വളർത്തുന്നു എന്നതും അത്ഭുതകരമാണ്. വൈദികരും സമർപ്പിതരും ത്യാഗപൂർവം അവിടെ ശുശ്രൂഷ നിർവഹിക്കുന്നു. ഇടുക്കിയിലെ വിശ്വാസ സമൂഹം ഈ മിഷൻ ദൗത്യം അവരുടെ വരുമാനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടുപോലും ഏറ്റെടുത്തു തുടങ്ങിയെന്നത് 2020 മുതൽ നാം നടത്തുന്ന മിഷൻ പ്രവർത്തനം അവരുടെ ബോധ്യവും തിരിച്ചറിവുമായി മാറിത്തുടങ്ങി എന്നതിൻ്റെ പ്രകടമായ അടയാളപ്പെടുത്തലാണ്. രൂപതയിലെ തീർത്ഥാടനങ്ങൾ വിശ്വാസ സമൂഹത്തിന് നൽകുന്ന ആത്മീയ ഊർജം ചെറുതല്ല. രാജകുമാരി മരിയൻ തീർത്ഥാടനവും എഴുകുംവയൽ കുരിശുമല തീർത്ഥാടനവും ജനങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ വലിയ കരുത്തു പകരുന്നുണ്ട് എന്നതാണ് ആണ്ടുതോറും വർദ്ധിച്ചുവരുന്ന തീർത്ഥാടകരുടെ എണ്ണം നൽകുന്ന സൂചന. രൂപത അധ്യക്ഷൻ കാൽനടയായി ത്യാഗപൂർവം തീർത്ഥാടനത്തിന് നേതൃത്വം നൽകുന്നത് വിശ്വാസികളിൽ വലിയ ആവേശം പകരുന്നു എന്നു മാത്രമല്ല, രൂപത ഒരു കുടുംബം എന്ന വികാരം ഹൃദയങ്ങളിൽ വേരോടാൻ കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ രൂപതയുടെ കാരുണ്യത്തിന്റെ മുഖമാണ് ബെത്ലഹേം കാരിത്താസ്. വർഷങ്ങളായി ഇടുക്കി മെഡിക്കൽ കോളേജ്, പാറേമാവ് ആയുർവേദ ആശുപത്രി എന്നിവിടങ്ങളിൽ ദിവസവും 400-ലധികം പേർക്ക് സൗജന്യമായി അത്താഴം വിളമ്പുന്ന സ്നേഹ ശുശ്രൂഷയാണിത്. ഉദാരമനസ്കരായ നല്ല മനുഷ്യർ
ത്യാഗപൂർവം നൽകുന്ന തുകയാണ് ഈ പുണ്യപ്രവൃത്തിക്ക് ജീവൻ നൽകുന്നത്. ഹൈറേഞ്ചിന്റെ നീറുന്ന വിഷയങ്ങളിൽ രൂപതയ്ക്കെന്നും ഒരേ നിലപാടാണ്. കുടിയേറിയ കർഷകനെ അനാവശ്യമായ നിയമവ്യാഖ്യാനങ്ങൾ നടത്തി കുടിയിറക്കാൻ ശ്രമിക്കരുത്. ജനിച്ച മണ്ണിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ സാധിക്കാത്തത് നീതിരഹിതമായ നടപടിയാണ്. വന്യമൃഗങ്ങളുടെ കൊടും ക്രൂരതയിൽ ഒരു പ്രാണൻ പോലും പൊലിയരുത്. ഇതിന് കർഷകർക്കൊപ്പം മുൻപന്തിയിൽ ഈ നാടിന്റെ വികാരത്തെ നെഞ്ചിലേറ്റി രൂപത മുന്നിട്ടിറങ്ങുന്നു. ഹൈറേഞ്ചിലെ ഒരു പൊതു സംവിധാനം എന്ന നിലയിൽ രൂപത ഇനിയും ഈ കർഷക ജനതയ്ക്കൊപ്പം നിലകൊള്ളും. രൂപതയിലെ ഭക്തസംഘടനകൾ എല്ലാം കൂട്ടായ പരിശ്രമങ്ങളുടെ ഫലമായി മാതൃകാപരവും ചലനാത്മകവുമായി പ്രവർത്തിക്കുന്നു എന്നത് രൂപതയുടെ ജീവസുറ്റ അജപാലന ശുശ്രൂഷയുടെ അടയാളമാണ്. മിക്ക സംഘടനകളും സംസ്ഥാന തലത്തിൽ മുൻസ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നതും ഉജ്ജ്വല വിജയങ്ങൾ നേടുന്നതും അഭിനന്ദനാർഹമാണ്. രൂപതയ്ക്ക് വലിയ ദിശാബോധം നൽകിയ ചരിത്ര സംഭവമായിരുന്നു രൂപതയുടെ പ്രഥമ എപ്പാർക്കിയൽ അസംബ്ലി. നിരവധിയായ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകാൻ നമുക്ക് കഴിഞ്ഞു. ഭവനരഹിതർക്ക് ഭവനം നൽകാൻ കഴിയണം എന്ന അസംബ്ലിയുടെ നിർദ്ദേശം ഇടവകകളുടെയും സന്യാസ ഭവനങ്ങളുടെയും നേതൃത്വത്തിൽ കാര്യക്ഷമമാക്കി. 30-ലധികം ഭവനങ്ങളുടെ നിർമ്മാണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. 2028 രൂപതയുടെ രജത ജൂബിലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ വലിയ ലക്ഷ്യം ഭവനരഹിതരില്ലാത്ത ഇടുക്കി രൂപത എന്നുള്ളതാണ്. രൂപത മതബോധന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന എവരിത്തിങ് ഇൻ സ്പിരിറ്റ് എന്ന ട്രെയിനിംഗ് പ്രോഗ്രാം കേരളത്തിലെ പല രൂപതകളും മാതൃകയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. 2015 ആരംഭിച്ച ഈ പരിശീലന പരിപാടി ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്നും ഇതിൽ പ്രവേശനം കിട്ടാൻ കുട്ടികളും മാതാപിതാക്കളും താൽപര്യപൂർവ്വം ആഗ്രഹിക്കുന്നു എന്നത് പ്രതീക്ഷ നൽകുന്നതാണ്. 6ാം ക്ലാസ്സിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളെ തുടർച്ചയായ 7 വർഷങ്ങളിലൂടെ നിരന്തരമായ പരിശീലനം നൽകി ലക്ഷ്യബോധവും സഭാസ്നേഹവും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള നല്ല മനുഷ്യരാക്കുവാനുള്ള ശ്രമം നാളുകളിലേക്കുള്ള നമ്മുടെ കരുതലും പ്രതീക്ഷയുമാണ്. ഫ്ലാം ഫുട്ബോൾ ലീഗ് ഫോർ ഓൾട്ടർ ബോയ്സ് വ്യത്യസ്തമായ ഒരു ചുവടുവയ്പായിരുന്നു. കായിക മേഖലയിലൂടെ കുട്ടികളിലേക്ക് എന്നത് സമൂഹം ഭയക്കുന്ന ലഹരിക്കെതിരെയുള്ള ചാട്ടവാർ മാത്രമല്ല, അൾത്താരയുടെ പരിസരത്ത് വ്യാപരിക്കുന്ന ചുറുചുറുക്കുള്ള കുഞ്ഞുങ്ങളിൽ ദൈവവിളിയുടെ വിത്ത് വിതയ്ക്കാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളതുമാണ്. 105 ഇടവകകളും 35,000-ലധികം കുടുംബങ്ങളും 2 ലക്ഷത്തോളം വരുന്ന വിശ്വാസ സമൂഹവും 232 വൈദികരും 1053 സന്യാസിനികളും അടങ്ങുന്ന വലിയ കുടുംബമാണ് ഇടുക്കി രൂപത. ഇന്ന് പ്രായം 22. യുവത്വത്തിന്റെ പ്രസരിപ്പോടെ നൂതന കർമ്മ പദ്ധതികളുമായി മലമുകളിലെ വിശ്വാസക്കൂട്ടം മുന്നോട്ട് നീങ്ങുകയാണ്. ഇനിയും കാതങ്ങൾ ഒട്ടനവധി പിന്നിടാനുണ്ട്. പ്രത്യാശയോടെ തീർത്ഥാടകർ ഒരുമയോടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരേ മനസ്സോടെ നമുക്ക് ചേർന്നു നിൽക്കാം, പ്രവർത്തന നിരതരാകാം. നമ്മൾ ഇടുക്കി രൂപതക്കാരാണ് എന്ന ഒറ്റ വികാരത്തിൽ